മുത്തശ്ശിക്കഥകളിലും കെട്ടുകഥകളിലുമൊക്കെ നാം കേട്ട് പരിചയിച്ച ഭയാനകമായ സാങ്കല്പിക കഥാപാത്രങ്ങളാണ് യക്ഷിയും ഗന്ധർവനും ചാത്തനും മറുതയുമൊക്കെ. വെള്ളസാരിയെടുത്ത് നീണ്ട പല്ലുകളും നീണ്ട നഖങ്ങളുമായി ചോര കുടിക്കാനെത്തുന്ന യക്ഷി കഥാപാത്രങ്ങൾ നമ്മെ പലപ്പോഴെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ യക്ഷി കഥാപാത്രങ്ങളെ ഞങ്ങളും ഇവിടെ ഒന്ന് ഹാസ്യവൽക്കരിക്കുകയാണ്. നമുക്ക് കാണാം ഈ യക്ഷിയുടെ ഹാസ്യാവിഷ്കാരം. ഏതായാലും ഇത്തവണ കാവിലെ ഉത്സവം അങ്ങോട്ട് കേമായി. പ്രത്യേകിച്ച് മട്ടന്നൂരിന്റെ മേളം. തിരുമേനി, മട്ടന്നൂരിന്റെ മേളത്തിനൊക്കെ ഭയങ്കര കാശല്ലേ? അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചിക്കന്നൂരിനെ വെച്ചാ മതി കേട്ടോ. മതി മതി, നടന്നു കിടന്നു മടുത്തു. ഇനി ഒരല്പം വിശ്രമിച്ചിട്ടാകാം നടപ്പ്. ആവാം. ശങ്കരാ, കാട്ടിലെ കൊതുകെല്ലാം ടോർച്ചും കത്തിച്ചുകൊണ്ടാണല്ലോ കടിക്കാൻ വരുന്നത്. എവിടെ? നോക്കിയേ. ഓ എന്റെ പൊന്ന് തിരുമേനി, അത് കൊതുകല്ല, പിന്നെ മിന്നാമിനുങ്ങ. മിന്നാമിനുങ്ങ ആയാലെന്താ? വാ തുറന്ന് പറഞ്ഞൂടെ മിന്നാമിനുങ്ങാണെന്ന്. തിരുമേനി, നോം ഇന്നലെ ഒരു കാഴ്ച കണ്ടു. എന്താണാവോ? ഞാൻ ഇന്നലെ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ തമ്പുരാട്ടിയും വേലക്കാരനും കൂടി ഇരുന്ന് കൊഞ്ചുമായിരുന്നു. ആഹാ, അവര് കൊഞ്ചുമാരുന്നതിന്റെ ചെമ്മീൻ കിള്ളുന്നതിന്റെ ഇടയ്ക്ക് നിനക്ക് എന്താ കാര്യം ശമ്പൻ? അതല്ല തിരുമേനി, പിന്നെ ഞാനും തമ്പുരാട്ടിയും തമ്മില് ഈ ഇടയായിട്ടൊരു സ്വരച്ചേർച്ചയില്ല. അതെങ്ങനെയാണോ ഉണ്ടാവുക? തന്റെ സ്വരം ആണിന്റെയും തമ്പുരാട്ടിയുടെ സ്വരം പെണ്ണിന്റെ അല്ലേ? പിന്നെ എങ്ങനെയാ സ്വരച്ചേർച്ച ഉണ്ടാവുക? എനിക്ക് അത്ര അങ്ങോട്ട് പോയില്ല തമ്പുരാന്. തിരുമേനി അറിഞ്ഞോ? എന്താണാവോ? നമ്മുടെ നന്ദിനി പ്രസവിച്ചു. അങ്ങനെ നാം 19ാമതും അച്ഛനായി. എന്താ തിരുമേനി പറയുന്നേ? നന്ദിനി എന്ന് പറയുന്നത് അപ്പുറത്തെ പശുവാ. പശുവായിരുന്നു? എടോ ശങ്കര, ഈ പശുക്കൾ എങ്ങനെയാ പ്രസവിക്കുന്നത്? തിരുമേനി, പശു പ്രസവിക്കുമ്പോ ആദ്യം തല വരും, പിന്നെ ഉടല് വരും, പിന്നെ കാല് വരും, അവസാനം വാല് വരും. തിരുമേനി എന്താ ഈ ആലോചിക്കുന്നേ? അല്ല, ഇതെല്ലാം കൂടി ഒന്നായിട്ട് എപ്പോഴാ പശു ആകുന്നേന്ന് ആലോചിക്കായിരുന്നു. ഓ, ഇങ്ങനൊരു തിരുമേനി. തന്റെ മുഖത്തെന്താ വസൂരി വന്ന പാടാണോ? അയ്യോ, അത് വസൂരി വന്നതല്ല തിരുമേനി. പിന്നെ ഇന്നലെ ആ രമണിയുടെ വീട്ടിൽ ചെന്ന് ചെറ്റപ്പൊക്കി നോക്കിയപ്പം അവള് കുറ്റിച്ചൂലിന് കുത്തിയതാ. രമണി എന്നോട് പറഞ്ഞിരുന്നു, ഇനി താൻ അങ്ങോട്ട് ചെന്നാൽ തന്റെ കണ്ണില് മുളക് വാരിയിടൂന്ന് അവള് പറഞ്ഞത്. അത്രയല്ലേ പറഞ്ഞോളൂ, അല്ലാതെ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞതുപോലെ എന്റെ കഴുത്ത് വെട്ടിക്കളയുന്നൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ല. ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടോടോ? ഓ, അധികമൊന്നുമില്ല. ഒരു 2 കിലോമീറ്റർ കൂടെ നടന്നാൽ എന്നെ ചെത്തും. തന്നെ ആരും ചെത്തില്ല. തന്നെ ചെത്താൻ താനെന്താ പൈനാപ്പിൾ ആണോ? അയ്യോ, അതല്ല തിരുമേനി, നാഷണൽ ഹൈവേയിൽ എത്തുമെന്ന്. ഓ, ആ ഈ NH-47 പോലെ. തിരുമേനിക്ക് ഈയിടെയായിട്ട് ഒന്നാന്തരം കോമൺ സെൻസാ. കഴിഞ്ഞ ദിവസം വൈദ്യരെ കണ്ടപ്പോ വൈദ്യരും പറഞ്ഞു. എന്തോന്നു? കോമൺ സെൻസ് ഉണ്ടെന്ന്. തിരുമേനി എന്താ ഉദ്ദേശിക്കുന്നേ? ഈ മൂത്രത്തിക്കല്ലേ? എടോ, ഈ തവണ തൃശ്ശൂര് നമ്മുടെ കൊടയം കൊണ്ടൊന്ന് പോണം. എന്തിനാണ് കൊടയം കൊണ്ട് തൃശ്ശൂരോട്ട് പോണത്? താൻ കേട്ടില്ലേ? തൃശ്ശൂര് കൊടമാറ്റം നടക്കണ്ടെന്ന്. നമ്മുടെ കൊട കീറിപ്പോയല്ലോ, അതങ്ങോട്ട് മാറാന്ന് വെച്ച്. എന്റെ പൊന്ന് തിരുമേനി, അത് തൃശ്ശൂർ പൂരത്തിന് ആനപ്പുറത്തിരുന്ന് കൊടമാറ്റം ചെയ്യുന്നതാ. മാറിക്കോട്ടെ, എവിടെയാണെങ്കിൽ നമ്മുടെ കീറിയ കൊട ഒന്ന് മാറ്റി കിട്ടൂലോ. ചെന്ന് കയറി കൊടുക്കുക, ആന ചവിട്ടി പീത്തും. എന്താ തിരുമേനി? എന്താ അങ്ങോട്ട് ഓടിപ്പോയത്? അതൊരു നിസ്സാരമായ ഓന്ത് അങ്ങോട്ട് ഓടിപ്പോയതല്ലേ തിരുമേനി? ഓന്തിനെ താൻ നിസ്സാരായിട്ട് കാണണ്ടാട്ടോ. എന്താ ഈ ഓന്തെന്ന് പറഞ്ഞ ആരാ? ദിനോസറിന് പോളിയോ കൊടുക്കാതെ ചുരുങ്ങി പോയ സാധന ഈ ഓന്ത്. ആണോ? എന്നാലും ഓൻ തോന്തി എവിടം വരെ ഓന്താനാ? അതെ തിരുമേനി, എനിക്കൊരു ശങ്ക. ശങ്കിക്കണ്ട, പറഞ്ഞോളൂ. അതല്ലെന്നേ, ഒരു മൂത്രശങ്ക. അങ്ങോട്ട് സാധിച്ചോളൂ. ശരി. കാലിന്റെ ചോട്ടിലിരുന്നാണോ? അങ്ങോട്ട് മാറിയിരിക്കുക. മാറാം. തിരുമേനി, ഒരു പാട്ട് കേൾക്കുന്നു. മൂത്രം ഒഴിക്കുമ്പോഴോ? തിരുമേനി, പട്ടി ഊരിയിടുന്നു. പട്ടി ഊരിയിടുന്നോ? അതല്ല തിരുമേനി, ദൂരേന്ന് ഒരു പാട്ട് കേൾക്കുന്നു. ആരാ ഈ വരണത്? ഞാൻ കള്ളിയങ്കാട്ട് നീലി. നിനക്ക് എന്താ വേണ്ടത്? ചുണ്ണാമ്പുണ്ടോ? ഇല്ല, അടുക്കരുത്. എനിക്ക് ദാഹമാണ്, അടങ്ങാത്ത ദാഹം.
എന്റെ കയ്യിൽ മന്ത്രത്തകിടുന്നുണ്ട്. അടക്കരുത്. മാറ്, മാറ്. വിടാൻ, വിടാൻ, വിടാൻ. അടക്കരുത്. ഇപ്പോൾ നാം കണ്ടത് യക്ഷികളുടെ പ്രതാപകാലം. എന്നാൽ ഇന്ന് കാലം മാറി. കമ്പ്യൂട്ടർ യുഗമായ ഇന്ന് പുതിയ തലമുറയ്ക്ക് യക്ഷികളും ഗന്ധർവന്മാരും ചില നേരം പോക്കുകൾ മാത്രം. അത്തരത്തിലുള്ള ഈ യുഗത്തിലെ ഭയാനകമായ ഒരു അമാവാസി രാത്രി. And you know we don't give up. പള്ളിയിൽ ഇതുവരെ റിമി ടോമിയുടെ ഗാനമേള തീർന്നില്ലേ? ആ ഇവിടെ നിന്നായിരുന്നു. എന്റെ അമ്മേ, ഇതൊന്നല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ നേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവ് മരിച്ച വിധവ. നീ ഏതടി പെണ്ണേ? ഞാൻ കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ് ഇത്ര വലിയ തമാശയാണോ ഇതുപോലെ കിടന്നിരിക്കാൻ? ചുണ്ണാമ്പുണ്ടോ? ഇല്ല, ഹാൻസ് ഉണ്ട്. മതിയോ? എനിക്ക് തീരാത്ത ദാഹമാണ്. ഇത് ഞാൻ ഇന്നലെ കണ്ട ഷക്കീലയുടെ പടമല്ലേ? നീ കണ്ടോ? നിർത്തണി. നിനക്കെന്താ വലിവിന്റെ അസുഖമുണ്ടോ? ഞാൻ യക്ഷിയാണ്. സമ്മതിച്ചു. ഞാൻ യക്ഷിയാണ്. സമ്മതിച്ചു, സമ്മതിച്ചു, സമ്മതിച്ചു. യക്ഷിയാണ്. ആട്ടെ, നിന്റെ സ്ഥലം എവിടെയാ? അങ്ങ് പാലയില. അത് ശരി, പാലക്കാരിയാണല്ലേ. ഒരു യക്ഷി വന്നേക്കണ്. ഞാൻ യക്ഷിയാണ്. വെള്ള സാരി കണ്ടില്ലേ? നിങ്ങൾക്ക് ഈ വെള്ളസാരി അല്ലാണ്ട് വല്ല മിടിയും ടോപ്പും ആക്കിക്കൂടെ? പറ്റില്ല. അതെന്താ? പനയിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ചോര വേണം. ഏത് ഗ്രൂപ്പ്? ഓ പോസിറ്റീവ്. സോറി, ഞാൻ ബി നെഗറ്റീവ് ആണ്. കുഴപ്പമില്ല, ഞാൻ ബ്ലഡ് ബാങ്കിന് മാറ്റിയെടുത്തോളാം. നമുക്ക് ആ പനയുടെ മുകളിലേക്ക് പോകാം. വേണ്ട, നമുക്ക് ആ ലോഡ്ജിൽ പോയിട്ട് റൂം എടുക്കാം. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാടി. ഏതാടാ നീ? എന്റെ പൊന്നു ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. ആരാടാ നീ? എന്റെ പേര് മുള്ളാണി പപ്പൻ. ഞാൻ ഈ ഏരിയയിൽ ഒരു കള്ളനാ. ഈ കാട്ടിലൂടെ യക്ഷിയുടെ വേഷം കെട്ടി നടന്ന ആൾക്കാരെ കൊള്ളയടിക്കലാ എന്റെ പടി. അത് ശരി, അപ്പൊ ചേട്ടൻ ആണാണല്ലേ? അതെ, ഉറപ്പായിട്ടും. അതെ, സത്യമായിട്ടും ആണ് തന്നെയാണല്ലോ. സത്യമായിട്ടും ആണാണ്. ഇനി മാറ്റി പറയില്ലല്ലോ? ഇല്ല, സത്യം, സത്യം. എന്റെ പൊന്നു ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനൊരു പെണ്ണാ. ഏത് പെണ്ണ്? പണ്ടേ കാട്ടിലൊരു യക്ഷി ഉണ്ടായിരുന്നില്ലേ? ആ, കള്ളിയങ്കാട്ട് നീലി. ആ യക്ഷിയാ ഞാൻ. പുതിയ നൂറ്റാണ്ടല്ലേ, ആൾക്കാരുടെ കയ്യിൽ നിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ആൺവേഷം കെട്ടി നടക്കുക ഞാൻ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഭഗവാനെ ലോട്ടറി അടിച്ചെന്നാ. ഒന്ന് പോയി നോക്കിട്ട് വരാം. ഭഗവാനെ, ഭാർഗം വിറ്റ ലോട്ടറി ആർക്കും അടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു. ഈശ്വര, ഇനി എനിക്കെങ്ങനെയാണോ? ഇനി ഒരു കലക്ക് ഞാൻ ഒരുവൻ മുതലാളി, അറിഞ്ഞില്ലേ? നമ്മുടെ ഭാർഗവൻ വിറ്റ ലോട്ടറി ടിക്കറ്റ് ആർക്കാടിനെ അടിച്ചെന്ന്. ഞാൻ പോണാണ് ഇനി മുതൽ. ഞാൻ ഭഗവാനെ, നീ എനിക്കെങ്ങാനുമാണോ? ഇനിയിപ്പൊ ഇതിനെ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ. വയസ്സാകാലത്ത് മനുഷ്യർ പണിയുണ്ടാക്കാൻ വേണ്ടിട്ട്. കുമാര നിക്കണ, ഞാനുണ്ടാ.
സഹോദരെ, അങ്ങനെ ഏറെ നാളത്തെ കഠിനമായ പ്രയാണത്തിനൊടുവിൽ നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ദൗർഭാഗ്യ ഭാർഗവന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. അയ്യോ, ലോനപ്പന അടിച്ചത്. ക്ഷമിക്കണം സഹോദരെ, ലോനപ്പനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. അയ്യോ, ലോനപ്പൻ ലോട്ടറി അടിച്ചെന്നല്ല, പിന്നെ ലോനപ്പൻ എന്നെ അടിച്ചെന്ന്. ലോനപ്പം നിന്നെ അടിച്ചെന്നാ രാഘവേട്ടാ? കിട്ടുണ്ടാ എന്തിനാ കത്തി ഒന്ന് മൂർച്ചാക്കാൻ? അല്ല, എന്തിനാ അവൻ നിന്നെ അടിച്ചത്? കരയുന്ന ഒരു കുഞ്ഞിന് ഇച്ചിരി പാല് കൊടുത്തതിന് അവൻ എന്നെ അടിച്ചത്. അത് കൊള്ളാം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. എടാ, അത് ചില കുട്ടികൾക്ക് അങ്ങനെയാണ്. പശുവും പാല് കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് കുറുകളുണ്ടാവും. ഐ മീൻ ആട് തോമ, ആസ്മ. അതിന് ഞാൻ പശുമ്പന അല്ല കൊടുത്തത്. എങ്കിൽ എന്റെ കറവചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാണെങ്കിൽ ഇവൻ കൊടുത്തത് എരുമപ്പാല് തന്നെയായിരിക്കും. അതിന് ഞാൻ എരുമാപ്പാൽ അല്ലല്ലോ കൊടുത്തത്. എന്നാ ആട്ടിൻപാലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അല്ലല്ലേ? പിന്നെ നീ എന്ത് പാലാടാ കൊടുത്തത്? റബ്ബർ പാല്. റബ്ബർ പാല്. എടാ മഹാഭാവി, കുട്ടികൾക്ക് ആരെങ്കിലും റബ്ബർ പാല് കൊടുക്കോ? റബ്ബർ പാല് കൊടുത്താൽ കുട്ടികൾ ചാടി ചാടി നിൽക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ റബ്ബർ പാല് കൊടുത്തത്. അതിന് അവന്മാരെന്നെ തല്ലിയത്. സഹോദരെ, ഇത് പറയുമ്പോ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ജംഗ്ഷനിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ഒരു പറ്റം ആളുകൾ പട്ടിയെ പോലെ തല്ലുന്നത് കണ്ടിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ചങ്കൂറ്റമുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ. എന്ത് ചെയ്യാൻ? ഊന്നി ഊന്നി പറയുക. എന്നാ പിന്നെ നേതാവിന് തന്നെ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ഞാൻ എന്നെ തന്നെ തല്ലിച്ചതക്കുമ്പോ ഞാൻ എങ്ങനെയാടാ ചോദിക്കണത്? രാഘവേട്ടാ, അല്ലേതാര് നമ്മുടെ രമണനോ? ഇന്ന് എവിടെയാടാ കഥ? കഥയല്ല, സിനിമ. അപ്പൊ ഇന്ന് സിനിമയ്ക്ക് പോവല്ലേ? അല്ല, ഷൂട്ടിങ്. സഹോദരേ, അങ്ങനെ നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും കഥാപ്രസംഗത്തിലൂടെ ആദ്യമായി സിനിമയിലേക്ക് പ്രവേശിച്ച കാതികൻ കൈതക്കാട് രമണന് എന്റെ വിജയാഭിവാദനങ്ങൾ. അങ്ങനെ രമണൻ രക്ഷപ്പെട്ടല്ലേ? പിന്നെ ഷൂട്ടിങ് കാണാൻ പോയി ആരെങ്കിലും രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ? അല്ല, ഉണ്ട്. എടി, എറിയരുത്, കുടം പൊട്ടുന്നു. അയ്യോ, എന്നെ ചവിട്ടരുത്, എന്നെ ചവിട്ടരുത്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ വീഴുമെന്ന്. എൻ്റെ അമ്മേ, എന്നെ കൊല്ല. അയ്യോ, കുമാര, നിന്റെ വീട്ടിൽ നിന്നാണല്ലോ ഇതുപോലെ ബഹളങ്ങളൊക്കെ കേൾക്കുന്നത്. തൊട്ടപ്പുറത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നല്ലേ? അവിടുന്ന് കമാന്നൊരു അക്ഷരം കേൾക്കുന്നുണ്ടോ? അതെന്താണ് നിങ്ങളുടെ വീട്ടിൽ ഇത് കേൾക്കാത്തത്? എടാ, അതാ പറഞ്ഞത് ട്രിക്ക് വേണോന്ന്. എന്നെ എന്റെ പെണ്ണുമ്പിള്ള ഇടിക്കുമ്പോ വാ പൊത്തി പിടിച്ചിട്ട് ഇടിക്കാറുള്ളൂ, ശബ്ദം പുറത്തു വരാറില്ല. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പൊട്ടിച്ച്, പിന്നെ പൊടി പൂരല്ലായിരുന്ന. എന്നിട്ട് തന്റെ വീട്ടിൽ നിന്ന് തന്റെ കരച്ചിലല്ല ഞങ്ങൾ കേട്ടത്. അതെന്റെ ഭാര്യയുടെ 350 രൂപ സ്വേതായിട്ട് പൊട്ടിച്ച് അവൾ എന്നെ കൊല്ലൂലടാ, കൊല്ലൂലടാ, കൊല്ലും. പൊന്മകൾ വന്താൾ ഒരു കോടി തന്താൾ പൊന്മകൾ വന്താൾ ഒരു കോടി. ഏടാ കുമാര, നീ നിന്റെ പെണ്ണുമ്പോൾ തമ്മിൽ എന്നും വഴക്കാണല്ലോടാ. എന്താടാ, എന്താ കാര്യം? ഒന്നും പറയണ്ട എന്റെ ഭാർഗവ. ഞാൻ ചെത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാല് എനിക്ക് ഇവള് പച്ചവെള്ളം തരൂല. 24 മണിക്കൂറും ടിവിയുടെ മുമ്പിലല്ലേ ഇവള്. സഹോദരേ, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല. ഇവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ സദാസമയവും ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്നാൽ നമ്മളെപ്പോലുള്ള പുരുഷന്മാർ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം ഇങ്ങനെ വിടാൻ പറ്റില്ല. നമുക്ക് കുമാരന്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കണം. ശരിയാണ്, ശരിയാണ്. അത് മെമ്പർ തന്നെ വിളിച്ച് ചോദിക്കണം. അതാണ് അതിന്റെ ശരി. അതാണ് അതിന്റെ സത്യം. പെങ്ങളെ, കുഞ്ചിപ്പെങ്ങളെ, എനിക്ക് പറക്കാതെ പോയ എന്റെ രമണി പെങ്ങളെ. എടി, അളിയൻ വിളിക്കണ്ടി, ഇറങ്ങി വാടി. അളിയനോ? പെങ്ങളാണെന്ന് പറഞ്ഞു. കഥയിലെ കുഞ്ചിപ്പെങ്ങൾ, രമണി പെങ്ങളെ. ഏത് പട്ടികളാണ് രാവിലെ വീട്ടുമുറ്റത്ത് നിന്ന് കൊരയ്ക്കുന്നേ? എല്ലാവരും ഉണ്ടല്ലോ. എന്താ രാവിലെ എങ്ങോട്ട് പോകുന്നത്? അല്ല, ചുമ്മാ ഇതിലെ പോയപ്പോ ചുമ്മാ ഇങ്ങനെ കേറിയതേ ഉള്ളു. മെമ്പറെ ചോദിക്കും. മെമ്പർ അതേ വന്നിരിക്കണവള്. അതിനെന്താ ഞാൻ ചോദിക്കാം. എനിക്ക് ആരോട് എന്ത് ചോദിക്കുന്നതിലും യാതൊരു പേടിയില്ല. കാരണം ഒരു പഞ്ചായത്ത് മുഴുവൻ ഭരിക്കുന്ന മെമ്പറാ ഞാൻ. ഞാൻ ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണേലും ചോദിക്കും. അങ്ങ് ചോദിക്കും മെമ്പർ. ചോദിക്കാം, ദേ ഇപ്പൊ തന്നെ ചോദിക്കാം. രമണി, എനിക്ക് എന്താടോ വേണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം തരും. ഭയങ്കര പരവേശം. ഒരു കുമാര, ഇനി ഞാൻ ചോദിക്കാം. രമണി പെങ്ങളെ, യവൻ ചെത്ത് കഴിഞ്ഞ് വന്നപ്പോ യവനെന്താ ചായ കൊടുക്കാത്തത്? അത് പിന്നെ ഞാൻ അന്നേരം 6 മണിയുടെ സീരിയൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അത് 6:30 കഴിയില്ലേ? അപ്പൊ കൊടുക്കാൻ പാടില്ലേ? അപ്പൊ എനിക്ക് 6:30 കാവ്യാഞ്ജലി കാണണ്ടേ? അത് 7 മണിക്ക് കഴിയുമല്ലോ. അപ്പൊ ഒരു ചായ കൊടുക്കാൻ പാടില്ലേ? അപ്പൊ എന്റെ അമ്മ മനസ്സ് ആര് കാണും? സഹോദരേ, കണ്ടോ ഒരു അമ്മയുടെ മനസ്സ് കാണാനുള്ള ഒരു മകളുടെ മനസ്സ്. എന്റെ മെമ്പർ, അത് 7 മണിക്കുള്ള സീരിയലാ. അമ്മ മനസ്സ്. എന്നാ 7:30 ഒരു ചായ ഈ പാപത്തിന് കൊടുക്കാൻ പാടില്ല എന്റെ രമണി. അത് കൊള്ളാം. ആ സമയത്താ ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് കൊടുക്കോ, ഞാൻ കഴിക്കോ? പിന്നെ വീണ്ടും 8 മണി മുതൽ സീരിയൽ തുടങ്ങില്ലേ? ഈ പണ്ടാരടങ്ങിയ സീരിയലുകൾ എപ്പ തീരുവന്റെ മക്കളെ? 10 മണിക്ക്. അപ്പോഴേ
ആരെങ്കിലും ഒരു ചായ കൊടുത്തൂടെ? അപ്പൊ കായങ്ങളൊക്കെ വെച്ചിട്ട് തന്റെ അപ്പം വന്നിരുന്ന് കാണുവാടോ? എനിക്ക് വയ്യ, ഞാൻ എവിടെയെങ്കിലും പോയി ചാവരുത്. ചാവാനല്ല, ചായ കുടിച്ചും വരാം. അതൊക്കെ പോട്ടെ, രമണി എന്തിനാ ഇവനെ തല്ലിയത്? ഞാൻ പറയാം ഞാൻ ചെത്താൻ പോയനാ ഇവിടെ നീ തല്ലി മുഴുവൻ തല്ലിയത്. അതവന്റെ തൊഴിലല്ലേ, അതിനെന്തിനാ നീ അവനെ തല്ലിയത്? ഇയാളെ തെങ്ങ് ചെത്താൻ പോയതിനല്ല ഞാൻ തല്ലിയത്. കോളേജ് വിട്ട് പെമ്പിള്ളേര് പോകുമ്പോഴേ ജീൻസ് ഷർട്ട് ഇട്ട് ചെത്തുന്നതിനാ ഞാൻ നല്ല പൊത്ത് കൊടുക്കുന്നേ. മനസ്സിലായോ നിങ്ങൾക്ക്? എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ സമയം 10 മണി. ഇനിയെങ്കിലും ഒരു ചായ ഇവന് കൊടുത്തൂടെ എന്റെ രമണി? അയ്യോ 10 മണിയായോ? ഹായ്, ദേ ഇപ്പൊ സിനിമ ഡയറി തുടങ്ങും. എന്റെ ദൈവമേ, ഈ സിനിമ ഡയറി കണ്ടുപിടിച്ചവൻ ആരാണെന്നാവോ? അവനെന്റെ കൈ കിട്ടിക്കഴിഞ്ഞ